പിന്നെ നാട്ടിൽ എവിടെയാണ് സ്ഥലം? കണ്ണൂർ. കണ്ണൂര് ഞാൻ ജനിച്ചത് കണ്ണൂര്, പിന്നെ മട്ടന്നൂർ ചാവശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ കല്യാണം കഴിച്ചത് ഇപ്പൊ കാടാച്ചിറ, കണ്ണൂർ കാടാച്ചിറ എന്ന് പറഞ്ഞ ആടൂർ പാടം. അവിടെയാണ് ഇപ്പൊ വീടെടുത്തിട്ട് ഫാമിലീസ് ആയി താമസിക്കുന്നത്. നിങ്ങൾ കണ്ണൂരിൽ നിന്ന് എപ്പോഴായിരുന്നു കർണാടകയിലേക്ക് വന്നത്? കർണാടകയിൽ വന്നത് 83-ലാണോ സംശയമുണ്ട്. കർണാടക നല്ല ഒരു 83-ലാണോ സംശയമുണ്ട്. എന്തിനു വേണ്ടിട്ടായിരുന്നു വന്നത്? അന്ന് പിന്നെ ജോലിക്ക് വേണ്ടി വന്നതാണ്. ജോലി എന്തെങ്കിലും ജോലി കിട്ടുന്ന അങ്ങനെ ഒരു 16 വയസ്സ് ഉണ്ടാവും തോന്നുന്നു എനിക്ക്. അത്ര ചെറുപ്പത്തില് 16 വയസ്സ് 16 വയസ്സുണ്ടാവും. വന്ന കാലഘട്ടത്തിൽ വന്നപ്പോൾ അത് ഇവിടെ ഒരു ടീ സ്റ്റാളിൽ ജോലി കിട്ടി. അന്ന് 250-300 രൂപ ജോലിയുള്ളൂ. ഒരു മാസം അവിടെ ജോലി ചെയ്തു. പിന്നെ അവിടുന്ന് വേറെ സ്ഥലത്ത് ജോലി ചെയ്തു. പിന്നെ 2-3 സ്ഥലത്ത് ജോലി ചെയ്തു. പിന്നെ 87 മുതൽ ചെറിയൊരു ടീ കട വെച്ചിരുന്നു. മാവള്ളി ചായക്കട, മാവള്ളിയിൽ ഒരു ടീ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് മാവള്ളി ടീ സ്റ്റാൾ എന്ന് പറഞ്ഞിട്ട് ഒരു ചായക്കട ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അത് നിങ്ങളിപ്പോ കലാസ്പാളയം വന്ന വഴിക്ക് കാണാം. അവിടെ മാവള്ളി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ്. പിന്നെ അങ്ങനെ ചെറിയ ഒരു 10-12 കടകൾ എടുത്തു. അപ്പൊ അതിന്റെ ശേഷം മധ്യത്തിൽ ഒരു 5-6 വർഷം മുന്നേ എനിക്കൊരു ബാറ്റയുടെ ഷോറൂം തുടങ്ങിയിരുന്നു. ഞാൻ ഇവിടെ ബൊമ്മനള്ളി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പൊ ഇത് ഷോറൂമായി തുടങ്ങിയിരുന്നു. അപ്പൊ ആ സമയത്ത് ഇത് ഡെവലപ്പായ ഒരു സമയമായിരുന്നു. അതിനുശേഷം ഒരു ഭയങ്കരമായ പരാജയം വന്നു ഇവിടെ. എനിക്ക് ബാംഗ്ലൂർ സംബന്ധിച്ചോളം 10-12 വർഷത്തിന് ശേഷം ഭയങ്കരമായ പരാജയം വന്നു. 10-30 ലക്ഷം രൂപ കടക്കാരനായി. അങ്ങനെ പിന്നെ ഇവിടുന്ന് ഒരു ദിവസം എസ്കേപ്പായി. അതിവിടെ കമ്മിറ്റിക്കല്ലാതെ ഞാൻ ഈ അറിയപ്പോഴേ അബ്ദുള്ള മൗളി എന്നാണ്. ഞാൻ MMA മറ്റേ വ്യാപാരി ഹെൽപ്പറായിട്ട് എപ്പം അവര് വർക്ക് ചെയ്യുന്ന. അപ്പൊ ഈ പ്രശ്നത്തിന് ശേഷം ഞാൻ ഇൻവോൾവ് ആയിട്ട് ഒരു സംഘടനയിൽ പോകില്ല. ആവശ്യമുണ്ടോ പോകുന്നില്ല. സംഘടനയിൽ ഭാരവാഹിത്വത്തിൽ ഇതിനൊന്നും ഞാൻ പോകാറില്ല ഇപ്പൊ. അങ്ങനെ നാട് വിട്ടുപോയി. രണ്ടാമത് ഞാൻ പലിശക്ക് കാശ് പോയിരുന്നു. ഇവിടെ ഈ വട്ടി പലിശ എന്ന് പറഞ്ഞ ഇതുണ്ട്. നമ്മളെ വന്ന സമയത്ത് കാശില്ലാത്ത മീറ്റർ വട്ടി എന്ന് പറഞ്ഞ അതൊക്കെ ഭീമാ സംഖ്യ പെട്ടെന്ന് ഓവറായിട്ട് കൂടി 10-30 ലക്ഷം രൂപ കടം വന്നു. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. ബിസിനസ് എല്ലാ സ്ഥലത്തും പരാജയം വന്നു. അങ്ങനെ ഒരു ദിവസം നാട് എസ്കേപ്പ് ആയി. ആ സമയത്ത് പിന്നെ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ആരും ഉണ്ടാവില്ലല്ലോ. കൂടെയുള്ള ആരും ഉണ്ടാവില്ല, സ്വന്തക്കാരുണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. എല്ലാ സമയത്ത് കൈവളർത്തു. പിന്നെ എന്തോ ദൈവാനുഗ്രഹം കൂടെ 2-3 ദിവസത്തിൽ ഞാൻ തിരിച്ചു വന്നു. 2 ദിവസം ഞാൻ ഇവിടുന്ന് ബോംബെ പോയി. അവിടെ നല്ല കൂടി ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഇവിടെ എനിക്ക് കൊടുക്കാൻ കാശ്, മൊത്തമായിട്ടുള്ള കാശ് കൊടുക്കാനുള്ളത് ഇവിടെയുള്ള കന്നഡീസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. നല്ല കച്ചറയാണ്. പക്ഷെ ഞാനുമായിട്ട് 10-15 വർഷം നല്ല ബന്ധമാണ്. പക്ഷെ അവരെനിക്കൊരു ധൈര്യം തന്നു. അപ്പൊ ധൈര്യം തന്നെന്ന് പറഞ്ഞാൽ, നീ അബ്ദുള്ള ബാംഗ്ലൂർ വിട്ട് പോകാൻ പാടില്ല. നമ്മളെ കാശ് നീ കുറച്ച് വർഷം കഴിഞ്ഞ് തന്നാൽ മതി, പലിശയോ വേണ്ട, എല്ലാ സഹായം നമ്മൾ ചെയ്തു തരാൻ പറഞ്ഞു. പക്ഷെ മലയാളീസിൽ ചെറിയ തുച്ഛമായ പൈസ കുറച്ച് ഫ്രണ്ട്സ് മലയാളീസ് കൊടുക്കാനുള്ളത് അവര് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവരുണ്ടാക്കി 10-20 ലക്ഷം രൂപ കൊടുക്കാറുള്ള കന്നഡീസോ മറ്റുള്ളവരെ എന്ന പ്രശ്നം ഉണ്ടായി. അവർ നിൽക്കാനുള്ള സൗകര്യം ചെയ്തു തന്നു. മലയാളീസ് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് എല്ലാം നിർത്തി, എല്ലാ കാശ് കൊടുത്തു. അത് വേറെ വശം. 5 വർഷം കൊണ്ട് കാശ് കൊടുത്ത് ക്ലിയർ ആക്കി ഇവിടുന്ന് തന്നെ. അപ്പൊ ബാറ്റ ഷോറൂമെല്ലാം ഞാൻ പറയാക്ക് വിറ്റു. പിന്നെ ഈ ഹോട്ടൽ തന്നെ ഉണ്ടാവും. അപ്പൊ ഈ ഹോട്ടലിൽ നമ്മൾ 4 പാർട്ട്നേഴ്സ് ഉണ്ട്. അതിന്റെ മാനേജിംഗ് പാർട്ട്ണർ ഞാനാണ്. 4 ആള് സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. ഇതിന്റെ 3 ആള് സ്ലീപ്പിംഗ് പാർട്ട്ണറാണ്. ഞാൻ മാനേജിംഗ് പാർട്ട്ണറാണ്. ഇവിടെ നിന്നുകൊണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് കച്ചവടം, കടക്ക് വീട്, നാട്ടിൽ വീടൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ഒരു പ്രശ്നമില്ലാത്ത സ്ഥിതിയിൽ എന്തോ ഭാഗ്യത്തില് പിടിച്ചു നിൽക്കും. ജീവിതത്തിൽ വലിയൊരു പിന്നെ നല്ലൊരു കാശ് ഉണ്ടാക്കിയിരുന്നു ഒരു കാലത്ത്. പക്ഷെ ആ സമയത്ത് കാശ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരുപാട് നിയന്ത്രിക്കാനല്ല. കാശുള്ളപ്പോ സമയത്ത് നമുക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ ജീവിതത്തില് ആരെയും അന്ധമായിട്ട് വിശ്വസിക്കാൻ പാടില്ല. അവിശ്വസിക്കേണ്ട ആവശ്യമില്ല. എന്റെ ജീവിതത്തിലെ അനുഭവത്തിന്റെ പാടാണ്. കാരണം നമുക്ക് പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൈയൊഴിയും. ആരും ഉണ്ടാവില്ല. പ്രശ്നമില്ല. നമ്മൾ ലെവലാണെങ്കിൽ എല്ലാവരും നമുക്ക് സഹായം. നമ്മുടെ അടുത്ത് 50,000 ഉണ്ടെങ്കിൽ ഇപ്പൊ 1 ലക്ഷം ചോദിച്ചാൽ ചോദിച്ചു തരും. ഇല്ലെങ്കിൽ ആ സമയത്ത് എല്ലാവരും കണ്ടാൽ തന്നെ തിരിച്ചു പോകും. അതിൽ എനിക്ക് MMA കുറച്ച് ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്തിരുന്നു. മലബാർ മുസ്ലിം അസോസിയേഷൻ എല്ലാ വേണ്ടുന്ന സഹകരണം, മറ്റുള്ള പ്രശ്നങ്ങളിലൊക്കെ എന്ത് പ്രശ്നം വന്ന സഹായിരുന്നു. പിന്നെ ഇതിലെനിക്ക് എടുത്തു പറയാൻ പറ്റുന്നത് ഈ MMA-ന്റെയും ഇവിടുത്തെ റൈറ്റേഴ്സ് ഫോറത്തിന്റെ ഒരു KVP സുലൈമാൻ എന്ന് പറഞ്ഞിട്ട് അയാള് എനിക്ക് പൈസ കൊണ്ടല്ല, പക്ഷെ മാനസികമായിട്ട് ബാക്കിൽ നല്ലൊരു 1-2 സപ്പോർട്ടുകൾ, ഒരു വാക്കുകളുണ്ട്. അപ്പൊ നമ്മളിവിടെ ഒരു മറുനാടൻ വാർത്ത വന്നിട്ട് പേപ്പർ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇവിടെ സ്റ്റാർ ഫോറം ബാലകൃഷ്ണൻ പറഞ്ഞിട്ട് മറുനാടൻ വ്യാപാരി എന്റെ 5 രൂപീകരിച്ച ആളായിരുന്നു. അയാള് 1-2 വ്യക്തികളെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നല്ലൊരു സപ്പോർട്ട് കൊണ്ട് ഞാൻ പിടിച്ചു വന്നു. അത് നമ്മൾക്ക് 1 കോടി രൂപ തരുന്നതിലും
ഉപരിയാണ് മനസ്സിൽ ധൈര്യം കൊടുക്കുന്നത്. അത് വലിയൊരു ഇതാണ്. അപ്പൊ ബാലകൃഷ്ണൻ സാർ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അബ്ദുള്ള താൻ നിലത്ത് വീണു കഴിഞ്ഞാൽ അവിടെ കിടക്കരുത്, ഉള്ള ധൈര്യത്തിൽ എഴുന്നേക്കണം, അല്ലെങ്കിൽ വരുന്നവരെല്ലാം തട്ടിയിട്ട് താഴത്തിട്ട് പോയി കളിയുന്നത്. അതൊരു വാസ്തവമാണ്. കാരണം നമ്മൾ കുറച്ചൊരു ഡൗൺ ആയി കഴിഞ്ഞാൽ ഇതെല്ലാവരും നമ്മൾ തട്ടാൻ നോക്കും, ഇമ്പ്രൂവ് ആക്കാൻ നോക്കും. പക്ഷെ ആ സമയത്ത് കൂടെ നമ്മൾ ഉള്ള ധൈര്യത്തിൽ പിടിച്ചു നിൽക്കണം. പക്ഷെ അത് ദൈവം എന്തോ തരുന്ന ഒരു ധൈര്യം എല്ലാവരും കിട്ടുന്ന നിൽക്കില്ല. ചില സമയത്ത് 1 ലക്ഷം 2 ലക്ഷം മനോധൈര്യം, കാശുള്ള പ്രശ്നം. അപ്പൊ എന്നോട് പല ആളും ആ സമയത്ത് പറഞ്ഞാൽ ഈ നമ്മൾക്ക് ഫൈനാൻസ് പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ ഫൈനാൻസിന് നേരിട്ട് ഫൈനാൻസ് തന്നെ വേണം, ആരും സപ്പോർട്ട് ചെയ്യില്ല. ഇപ്പൊ നമ്മുടെ അടുത്ത് ക്യാഷ് ഉണ്ടെങ്കിൽ ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മൾ ഒരാളെ കൊന്നു വന്നു കഴിഞ്ഞാൽ തന്നെ ഇന്നത്തെ അവസ്ഥയിൽ ബാങ്ക് ബിസിനസ് നമുക്ക് 24 മണിക്കൂർ എൻ്റെ അടുത്ത് കാശുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റും. ഡിപ്പാർട്ട്മെന്റ് പരമായിട്ട് വേറെ എന്ത് പ്രശ്നങ്ങളെ കാശുണ്ട് എന്ന് നേരിടാൻ പറ്റും. കാശില്ലാഞ്ഞാൽ ആരും ഒരു സപ്പോർട്ടും ചെയ്യില്ല, ആരും ചെയ്യില്ല. അതാണ് ജീവിതത്തിൽ ഞാൻ പഠിച്ച പാഠം. ഇപ്പൊ 27 വർഷത്തിൽ പഠിച്ച പാഠം മാത്രമല്ല, നമ്മുടെ കാണികൾക്ക് ഇത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അനുഭവമാണ് ഇപ്പൊ പറയുന്നത്. അതിൽ 2-3 ആൾക്കാരാണ് ഞാൻ പറഞ്ഞ ബാലകൃഷ്ണൻ, പിന്നെ എൻ്റെ ഈ പാർട്ട്ണറുണ്ട്, അയാളിപ്പോ നാട്ടിലുള്ളത് ഒരു മജീദ് എന്ന് പറഞ്ഞ ആളുണ്ട്. അതൊക്കെ എന്നാൽ നമുക്ക് ബാക്കിൽ ധൈര്യമാണ്, 2-3 ആൾക്കാരുടെ ധൈര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ ഈ കന്നഡീസ് നമ്മൾ കൊടുക്കാൻ കാശ് കൊടുക്കാൻ വട്ടിപ്പൈസ 2 ലക്ഷം 4 ലക്ഷം കൊടുക്കാനുള്ളതുണ്ട്. അവര് വിളിച്ചിട്ട് എന്നോട് പറയാം, അതുള്ള നീ ഇവിടെ ഇരിക്ക്, നീ പൈസ തരണ്ട, 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് തന്നേ വലിച്ചു തരണ്ട, എനിക്കുള്ളപ്പം പക്ഷെ നീ ഇവിടെ ഇരിക്കണമെന്നില്ല. ആ മനസ്ഥിതി അത് അപ്പൊ അവര് പൈസ വായിക്കണം. അപ്പൊ നമ്മുടെ നാട്ടിലെ വേറെ അങ്ങനത്തെ ഞാൻ പറഞ്ഞ ചെറിയ ചില്ല തുച്ഛമായ പൈസ കൊടുക്കാനുള്ള മലയാളീസ് ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, മാനസികമായിട്ടുള്ള നമ്മൾ സംസാരിക്കുന്നുണ്ടല്ലോ പല ഇത്. കാരണം അതുവരെ നമ്മുടെ സൗഹൃദമായിരുന്നു, നല്ല സൗഹൃദം പോവാ പോരാ. പക്ഷേ ഈ പ്രശ്നം ചെറിയ തുച്ഛമായ പൈസ വരുമ്പോഴേക്ക് അവർ സ്വഭാവം മാറി. പക്ഷെ അതും ഇതുമായിട്ട് വ്യത്യാസമാണ്. നമ്മൾ നാട്ടിനേക്കാളും ജനങ്ങളും നല്ലത് എല്ലാം നല്ല ബാംഗ്ലൂരാണ്. കാരണം എൻ്റെ അനുഭവത്തിൽ 25 വർഷമായിട്ട് കന്നഡീസുമായിട്ട് ഇവിടെയുള്ള കന്നഡക്കാരുമായിട്ട് നല്ല, ഇപ്പം കന്നഡീസ് ഞാൻ പ്രത്യേകിച്ച് പറയും, മറ്റുള്ള കന്നഡീസിൽ നല്ല ആൾക്കാരാണ് 90% നല്ല ആൾക്കാരാണ്.